بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. ഇപ്പോൾ ദഅവത്തിൻ്റെ രണ്ട് ഉസൂലുകൾ കഴിഞ്ഞ ദർശനങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് രണ്ട് ഉസൂലുകൾ? അദ്ദഅവതു ഇലല്ലാഹ്, രണ്ടാമത്തത് അലാ ബസീറ, അള്ളാഹുലേക്കായിരിക്കണം ദഅവത്ത്, അതുപോലെ ബസീറത്തോടു കൂടിയായിരിക്കണം, ഇൽമോട് കൂടിയായിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റഹിമഹുല്ലാഹ് عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم لما بعث معاذا إلى اليمن قال له إنك تأتي قوما من أهل الكتاب فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله، وفي رواية إلى أن يوحدوا الله، فهم أطاعوك لذلك فاعلمهم أن الله افترض عليهم 5 صلوات في كل يوم وليلة، أنهم أطاعوك لذلك فاعلمهم أن الله افترض عليهم صدقة تؤخذ من أغنيائهم فترد إلى فقرائهم، فإنهم أطاعوك لذلك فإياك وكرائم أموالهم، واتق دعوة المظلوم فإنه ليس بينها وبين الله حجاب. أخرجاه. قال عن ابن عباس رضي الله تعالى عنه وهو عبد الله بن عباس كنيته أبو العباس وهو صحابي جليل ترجمان القرآن، അതേപോലെ അൽ ബഹർ ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ആലിം എന്നറിയപ്പെടുന്ന സഹാബിയാണ് അദ്ദേഹം. അതുപോലെ അൽ ബഹർ എന്നത് അദ്ദേഹത്തിൻ്റെ ലഖബാണ്. അതുപോലെ തുർജുമാനുൽ ഖുർആൻ അത് അദ്ദേഹത്തിൻ്റെ ലഖബാണ്. വദഅ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ, അദ്ദേഹത്തിന് അല്ലാഹു എന്നീ ദീനിൽ പാണ്ഡിത്യം നൽകണമേ, ഫിഖ്ഹ് കൊടുക്കണമേ. അതുപോലെ അല്ലിംഹു തഅവീൽ, തഅവീൽ അതായത് ഖുർആനിൻ്റെ വ്യാഖ്യാനം, അത് അദ്ദേഹത്തിന് നീ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. മറ്റൊരു റിവായത്തിലുള്ളത് അല്ലാഹുമ്മ അല്ലിംഹു അൽ കിതാബ് വൽ ഹിക്മ, അൽ കിതാബ് വസ്സുന്ന, അദ്ദേഹത്തിന് നീ കിതാബും അതായത് ഖുർആനും വൽ ഹിക്മ സുന്നത്തും നീ പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിൻ്റെ മകനാണ് അബ്ദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. وقال ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم لما بعث معاذا إلى اليمن، فمعاذ ابن جبل رضي الله عنه رسول الله صلى الله عليه وسلم യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ وهذا من هدي النبي صلى الله عليه وسلم بعث الدعاة إلى البلدان. അപ്പോൾ പല നാടുകളിലേക്ക് ദാഇമാരെ പറഞ്ഞയക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ ശരീരയിൽപ്പെട്ടതാണ്. ആ നാട്ടിലുള്ളവർ അവരെ ദഅവത്ത് ചെയ്യുന്നതിന് വേണ്ടി, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പല പല നാടുകളിലേക്ക് ദുആത്തുമാരെ, പ്രബോധകന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരുന്നു. അതിൽപ്പെട്ടൊരു ദാഇയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. ലമ്മ ബഅസ മുആദൻ, അദ്ദേഹത്തെ എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്? എങ്ങനെ അയച്ചതാണ്? ഖാദി ആയിട്ടാണോ, അതല്ല ആലിമായിട്ടാണോ, അതല്ല ഹാക്കിമായിട്ടാണോ അദ്ദേഹത്തെ അയച്ചത്? അസ്സവാബ് അന്നഹു ബഅതഹു ഖീല ഹാക്കിമൻ വഖീല ആലിമൻ. അദ്ദേഹത്തെ ഒരു ഹാക്കിമായിക്കൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് വിധി നടപ്പിലാക്കുന്ന, അല്ലെങ്കിൽ ഒരു ഖാദി എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തെ അയച്ചതെന്ന് പറയപ്പെടുന്നു.
മറ്റൊന്ന് ആലിമായിക്കൊണ്ടാണ് അദ്ദേഹത്തെ അയച്ചിട്ടുള്ളത്. അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിമായിക്കൊണ്ടാണ് അദ്ദേഹത്തെ അയച്ചതെന്നും പറയപ്പെടുന്നു. അസ്സവാബ് അന്നഹു ബഅതഹു ഹാകിമൻ ആലിമ ഐ ബഅതഹു അലൈഹിം ലിയഹ്കും വയുഅല്ലിം. രണ്ടും ഹാക്കിമായിക്കൊണ്ടും ആലിമായിക്കൊണ്ടുമാണ് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ളത്. അതായത് അവരുടെ പ്രശ്നങ്ങളിൽ വിധിക്കുന്ന ഒരു ഹാക്കിമായിക്കൊണ്ട്, അതേപോലെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിമായിക്കൊണ്ടുമാണ് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചിട്ടുള്ളത്. فقال صلى الله عليه وسلم إنك تأتي قوما من أهل الكتاب. അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു ഖൗമിന്റെ അടുത്തേക്കാണ് നീ പോകുന്നത്. വഹാദാ ദലീലുൻ അലാ അന്ന അഹ്ലൽ യമൻ കാനൂ അഹ്ലുൽ കിതാബ്. അപ്പോൾ യമനിലുള്ള ഖൗം, ആ ജനത അഹ്ലുൽ കിതാബായിരുന്നു എന്നതിന് തെളിവാണത്. അവര് അഹ്ലുൽ കിതാബായിരുന്നു, ജൂത നസ്വാറാക്കളായിരുന്നു. ഫൽയകുൻ അവ്വൽ മാ തദഊഹും ഇലൈഹി ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ആദ്യമായിക്കൊണ്ട് അതുകൊണ്ട് അവരെ ക്ഷണിക്കേണ്ടത്, ദഅവത്ത് ചെയ്യേണ്ടത് എന്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹു തആലയെ ഏകനാക്കുന്നതിലേക്കാണ് നീ അവരെ ദഅവത്ത് ചെയ്യേണ്ടത്. ഫൽയകുൻ അവ്വൽ മാ തദഊഹും ഇലാ അൻ യുവഹിദുല്ലാഹ തആല ഔ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. أي أول دعوتك أو أول دعوتك إلى هذه الشهادة وإلى أن يوحد الله تعالى. ഏറ്റവും ആദ്യമായിക്കൊണ്ട് നിന്റെ ദഅവത്ത് എന്തിലേക്കായിരിക്കണം? തൗഹീദിലേക്കായിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരിക്കണം ഏറ്റവും ആദ്യമായിക്കൊണ്ടുള്ള നിന്റെ ദഅവത്ത്. കാരണം എന്താണ്? ആ ഖൗം കാഫിരീങ്ങളാണ്, അഹ്ലുൽ കിതാബാണ്, ജൂതനസാറാക്കളാണ്. കാഫിരീങ്ങളായിട്ടുള്ള ഖൗമിലേക്കാണ് അദ്ദേഹം അയക്കപ്പെട്ടത്. ഫൈൻഹും അതാഊക്. ഇനി അതിൽ, ആ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ അവർ തൗഹീദ് മനസ്സിലാക്കി അത് അംഗീകരിച്ചു, അങ്ങനെ ആ കാര്യത്തിൽ ഇതിനനുസരിച്ച് കഴിഞ്ഞാൽ ഫൈൻ അതാഊഹും ലിദാലിക് ഫഅലിംഹും അന്നല്ലാഹ അഫ്തറദ അലൈഹിം ഖംസ് സ്വലവാത്ത് ഫീ കുല്ലി യൗമിൻ വലൈല. നീ അവരെ അറിയിച്ചു കൊടുക്കുക, അതായത് അല്ലാഹു തആല രാത്രിയിലും പകലിലുമായി 5 നേരത്തെ നമസ്കാരങ്ങൾ അവരുടെ മേലെ ഫർദാക്കിയിരിക്കുന്നു. അതായത് അവർ തൗഹീദ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടു, അത് അംഗീകരിച്ചു. അതിനുശേഷം നീ അവർക്ക് നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. വഫീഹി തദർറുജ് ഫി ദഅവ അയ അന്നക തബ്ദഅ ബിത്തൗഹീദ്. അപ്പോൾ ദഅവത്ത് എന്ന് പറഞ്ഞ തദർറുജ് ഉണ്ട് എന്നതിന് തെളിവാണത്. തദർറുജ് എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ടാണ് ദഅവത്ത്. ഏറ്റവും ആദ്യമായിക്കൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ദഅവത്ത് ചെയ്യപ്പെടുന്നത് തൗഹീദിലേക്കായിരിക്കണം. ആ ഖൗം തൗഹീദില്ലാത്ത ഖൗമാണെങ്കിൽ. ഇനി ആ തൗഹീദ് അവർ ഉൾക്കൊണ്ടു, അതിനെ അംഗീകരിച്ചു, അവർ മുവഹിദുകളായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഘട്ടം അവരെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കലാണ്. 5 നേരത്തെ നമസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കലാണ്. വഫീഹി തദർറുജ് ഫി ദഅവ അന്നക തബ്ദഅ ബിത്തൗഹീദ്. ഐ ഇദാ വജദ്ത അന്നാസ യുശ്രികൂൻ തബ്ദഅ ലഹും ബിത്തൗഹീദ്. അപ്പോൾ മുശ്രിക്കീങ്ങളായിട്ടുള്ള ശിർക്ക് ചെയ്യുന്ന ഒരു ജനതയാണ് നീ ദഅവത്ത് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ആദ്യമായി കൊണ്ട് അവരോട് ആരംഭിക്കേണ്ടത് തൗഹീദ് കൊണ്ടാണ്. വഇദാ വജദ്തഹും മുവഹിദീൻ ലാകിന്നഹും മുഖ്സിരീൻ ഫി الصلاة വഇൻദഹും ബഅദുൽ മആസി വൽ മുൻകറാത്ത് തബ്ദഅ ലഹും ബിസ്സലാ. ഈ മുവഹിദീങ്ങളായിട്ടുള്ള ഒരു ഖൗമിനെയാണ് നിന്റെ മുന്നിൽ കിട്ടിയത്. അവർക്ക് നമസ്കാരമുണ്ട്, മുവഹിദീങ്ങളാണ്, പക്ഷെ നമസ്കാരത്തിൽ പോരായ്മകളുള്ള, അതിൽ കുറച്ചിലുള്ള ആളുകളാണ്. വല്ലപ്പോഴും നമസ്കരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമസ്കാരം ഇടയ്ക്ക് ഉപേക്ഷിക്കുന്നവരാകാം. അതേപോലെ അവരുടെ അടുക്കൽ മറ്റ് തിന്മകളുണ്ട്, മറ്റ് മആസികളും മുൻകറാത്തുകൾ, തിന്മകളും മറ്റുമെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആരംഭിക്കേണ്ടത് നമസ്കാരത്തെ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടാണ്, നമസ്കാരം കൽപ്പിച്ചുകൊണ്ടാണ്. കാരണം അവർ മുവഹിദീങ്ങളാണ്. അതിനുശേഷം രണ്ടാമത്തത് എന്താണ്? നമസ്കാരമാണ്. വഇദാ വജദ്തഹും മുവഹിദീൻ മുസല്ലീൻ വഇൻദഹും കദാലിക ബഅദുൽ മുൻകറാത്ത് കസീറ മിനൽ മആസി
تبدأ بنهيهم عن الكبائر مثلا ثم عن الصغائر. ഇനി ആ കൗമ നമസ്കരിക്കുന്നവരാണ്, മുവഹിദീങ്ങളാണ്, നമസ്കരിക്കുന്നവരാണ്. എന്നാൽ അതോടൊപ്പം അവരിൽ ധാരാളം തിന്മകളുണ്ട്, ഒരുപാട് വൻപാപങ്ങളും ചെറിയ തിന്മകളും എല്ലാം അവർ ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് കൽപ്പിക്കേണ്ടത്, ഏറ്റവും ആദ്യം അവരോട് കൽപ്പിക്കേണ്ടത് എന്താണ്? ഈ തിന്മകളെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യം വൻപാപങ്ങളെ അവർക്ക് വിരോധിക്കുക, അവരോട് വൻപാപങ്ങളെ തൊട്ട് വിരോധിക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള തിന്മകളെ തൊട്ട് അവരെ വിരോധിക്കുക. ഫത്തദർറുജ് ഫി ദഅവ ലിദ്ദാഇ ഇലല്ലാഹ് മുഹിം. ഇപ്പൊ ദഅവത്തിലുള്ള ഈ തദർറുജ് ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം, പ്രബോധനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ദഅവയിലുള്ള ഈ തദർറുജ്. അതായത് ഘട്ടം ഘട്ടമായി അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇത്. وهذا الباب كما أنه في آداب الداعي إلى الله أنه يبدأ بالدعوة إلى شهادة أن لا إله إلا الله، وهذا الباب يعتبر أدبا من آداب الداعي إلى الله. الله إليك دعوة ചെയ്യുന്ന ഒരു ദാഇയുടെ അദബുകളിൽപ്പെട്ട ഒരു ബാബാണത്. അവന്റെ ആ ദഅവത്തിൽ അവൻ കൃത്യമായി അല്ലെങ്കിൽ നിർബന്ധമായി കൊണ്ട് പാലിക്കേണ്ട അദബിൽപ്പെട്ടതാണ് ദഅവത്തിലുള്ള തദർറുജ്. അത് ദഅവത്തിൽ തദർറുജ് സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പൊ മുശ്രിക്കീങ്ങളായിട്ടുള്ള ഒരു കൗമിലേക്കാണ് അവൻ ദഅവത്ത് ചെയ്യുന്നെങ്കിൽ ഏറ്റവും ആദ്യം ആരംഭിക്കേണ്ടത് എന്തുകൊണ്ടാണ്? തൗഹീദ് കൊണ്ടാണ്. തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടാണ്. ഈ തൗഹീദുള്ള, എന്നാൽ അതേസമയം നമസ്കാരത്തിൽ പോരായ്മകൾ വരുത്തുന്ന ആളുകളിലേക്കാണ് അവൻ ദഅവത്ത് ചെയ്യുന്നെങ്കിൽ ഏറ്റവും ആദ്യം ആരംഭിക്കേണ്ടത് അതുകൊണ്ടാണ്, നമസ്കാരം കൊണ്ടാണ്. അങ്ങനെ ഫതദർറുജ് ഫി ദഅവ. ഇപ്പൊ ദഅവത്തിന്റെ ഈ തദർറുജ് എന്ന് പറയുന്ന ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവനെ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിർബന്ധമായി പാലിക്കേണ്ട അതിന്റെ അദബുകളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദഅ ബിദ്ദഅവ ഇല തൗഹീദ് ഇദ്ദത സിനീൻ ഖബ്ല അൻ തുഫറദ അസ്സലാ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അദ്ദേഹം ദഅവത്ത് ആരംഭിച്ചിട്ടുള്ളത് എന്തിലേക്കാണ്? തൗഹീദിലേക്കാണ്. വർഷങ്ങളോളം അദ്ദേഹം തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തു. നമസ്കാരം ഫർദാക്കപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് വർഷങ്ങളോളം തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്തു. ثم لما علم الله أنهم استجابوا للتوحيد أنزل فرض الصلاة ثم فرض الصيام والحج وهكذا. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമ് തൗഹീദിന് ഉത്തരം നൽകി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമസ്കാരം ഫർദാക്കി, പിന്നീട് നോമ്പ് ഫർദാക്കി, പിന്നെ ഹജ്ജ്, അങ്ങനെ ഘട്ടം ഘട്ടമായിക്കൊണ്ട്. فمن لم يتقبل التوحيد أولا ولم يعرف التوحيد ما سيتقبل غير ذلك. ഇപ്പൊ തൗഹീദ് ഒരാൾ സ്വീകരിക്കുന്നില്ല, തൗഹീദ് ഒരാൾ മനസ്സിലാക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവൻ ഒരിക്കലും അതിനു ശേഷമുള്ള കാര്യങ്ങളെ സ്വീകരിക്കുന്നതല്ല. ഇപ്പൊ തൗഹീദാണ് ഏറ്റവും ഒന്നാമത്. فقال صلى الله عليه وسلم لهم أطاعوك لذلك. ഇനി അവരത് അനുസരിക്കുകയാണ്, ആ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ നിന്നെ അവരനുസരിക്കുകയാണെങ്കിൽ ഫഅലിംഹും, നീ അവരെ അറിയിക്കുക, ഇന്നല്ലാഹ ഇഫ്തറദ അലൈഹിം ഖംസ സലവാത്ത് ഫീ കുല്ലി യൗമിൻ വലൈല. അല്ലാഹു തആല രാത്രിയും പകലുമായി കൊണ്ട് 5 നേരത്തെ നമസ്കാരങ്ങൾ നിന്റെ മേലെ, അവരുടെ മേലെ വാജിബാക്കിയിട്ടുണ്ട്, ഫർദാക്കിയിട്ടുണ്ട് അവരെ അറിയിക്കുക. മഅന്ന ദാലിക്കൽ വഖ്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നമസ്കാരം ഫർദാക്കപ്പെട്ടിട്ടുണ്ട്, തൗഹീദ്, അതുപോലെ തന്നെ സിയാം, നോമ്പ് ഫർദാക്കപ്പെട്ടിട്ടുണ്ട്, ഹജ്ജ് ഫർദാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് കൊണ്ട് ആരംഭിക്കാനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചത്. ثم قال هم أطاعوك. ഇനി അവർ നിന്നെ ആ കാര്യത്തിൽ അനുസരിക്കുകയാണെങ്കിൽ, അതായത് തൗഹീദ് അവരനുസരിച്ചു, അതുപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവരനുസരിച്ചു, അപ്പൊ അത് എന്താണ്? തൗഹീദിലേക്കുള്ള ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് ഒറ്റയടിക്ക് നീ തൗഹീദ് പറയുക, അവരെ ഉൾക്കൊള്ളുക, അതനുസരിക്കുക, ഉടനെ തന്നെ അടുത്തത്, അങ്ങനെയല്ല. നേരെ മറിച്ച് കാലങ്ങളത് ആവശ്യമാണ്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഉദ്ദേശം അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. ഈ തൗഹീദ് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിന് എന്താണ് ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ഫത്ര, ഒരു കാലം ആവശ്യമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഉദ്ദേശം ഇജ്ലിസ് അല്ലിംഹും തൗഹീദ് വലൗ ഇദ്ദത് സിനീൻ ഔ അശ്ഹുർ ഔ അയ്യാം, ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അവിടെ നിന്നുകൊണ്ട് നീ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക. അതാണ് അർത്ഥം. നേരെ മറിച്ച് ഒരു ദിവസം പോയി തൗഹീദ് പറഞ്ഞ ആൾ ഉൾക്കൊണ്ടില്ല, അപ്പൊ തന്നെ ഒഴിവാക്കിയിട്ട് പോരെ എന്നുള്ളതല്ല. നേരെ മറിച്ച് വർഷങ്ങളോളം അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ തൗഹീദിൽ അവർ ഉൾക്കൊണ്ട് അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെയാണെന്ത് നമസ്കാരത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടത്. فأعلمهم أن الله افترض عليهم صلوات في كل يوم وليلة. അങ്ങനെ തൗഹീദ് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതനുസരിച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല പിന്നെ കൽപ്പിച്ച രണ്ടാമത്തത് എന്താണ്? 5 നേരത്തെ നമസ്കാരങ്ങൾ അത് അവർക്ക് അറിയിച്ചു കൊടുക്കുക, രാത്രിയും പകലിലുമായിക്കൊണ്ട്. അപ്പൊ തൗഹീദ് ഇല്ലാതെ എന്തായിരിക്കുന്നതല്ല, ഒരു അമലും അവന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. ആ വ്യക്തിയുടെ അഖീദ അതുപോലെ തൗഹീദ് അത് സ്വഹീഹാകാതെ അവനിൽ നിന്ന് അമലുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. അവൻ എന്ത് അമലുകൾ ചെയ്താലും, എത്ര അമലുകൾ ചെയ്താലും, എത്ര തന്നെ അള്ളാഹുലേക്ക് അവന് മുന്നിട്ടിറങ്ങിയാലും ശരി, അവന്റെ തൗഹീദ് സ്വഹീഹാകാതെ അവന്റെ ഒരു അമലും അള്ളാഹു തആല സ്വീകരിക്കുന്നതല്ല. ഏറ്റവും ആദ്യമായിക്കൊണ്ട് അവരെ ദഅവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്. അപ്പൊ അതാണ് ദഅവത്തിന്റെ തദറുജ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് തൗഹീദ് പോലും ഇല്ലാത്ത ആളുകളുടെ അടുക്കൽ പോയിട്ട് നമസ്കാരത്തിൽ എവിടെയാണ് കൈ കെട്ടുന്നത്? വയറ്റിലാണോ, നെഞ്ചിലാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടുണ്ടോ, സ്ത്രീകൾക്ക് പള്ളി നമസ്കരിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് യഥാർത്ഥത്തിൽ എന്താണ്? ദഅവത്തിന്റെ തദറുജില്ലായ്മയാണ്. അതേപോലെ തന്നെ സമയവും സമ്പത്തും പാഴാക്കലാണ്. നേരെ മറിച്ച് എന്താണ്? തദറുജ് സ്വീകരിക്കുക എന്നുള്ളത് ഓരോ ദാഇയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളതാണ്. ഏറ്റവും ആദ്യം തൗഹീദിലേക്കാണ്. മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമായിട്ടുള്ള ഒരു ഖൗമിലേക്കാണ് ദഅവത്ത് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. قال صلى الله عليه وسلم قال انهم اطاعوك لذلك فاعلمهم ان الله افترض عليهم صدقه تؤخذ من اغنيائهم فترد على فقرائهم. ഈ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവരത് സ്വീകരിച്ചു, അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അറിയിക്കേണ്ടതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലിൽ സ്വദഖയെ നിർബന്ധമാക്കിയിരിക്കുന്നു. അതായത് സക്കാത്ത്, നിർബന്ധമായ സ്വദഖ അഥവാ സക്കാത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേലെ ഫർദാക്കിയിരിക്കുന്നു. തുഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ സമ്പന്നരിൽ നിന്ന് അത് എടുക്കപ്പെടുകയും ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിൽ തന്നെയുള്ള ഫുഖറാക്കൾക്ക് അത് കൊടുക്കപ്പെടുകയും വേണം. അതാണ് നിർബന്ധമായിട്ടുള്ള സ്വദഖ അഥവാ സക്കാത്ത് എന്ന് പറയുന്നത്. ലഹും അതാഉക ലിദാലിക്, ഇനി ആ കാര്യത്തിൽ, ആ സ്വദഖയുടെ അഥവാ സക്കാത്തിന്റെ കാര്യത്തിൽ അവർ നിന്നെ അനുസരിച്ചു കഴിഞ്ഞാൽ ഫഇയ്യാക വകറായിമ അംവാലിഹിം, അവരുടെ കറായിമായിട്ടുള്ള സമ്പത്തിനെ നീ സൂക്ഷിക്കുക. കറായിം ജംഉ കരീമ, കരീമ എന്നതിന്റെ ജംആണ് ഖറായിം. ഫഇയ്യാക വകറായിമ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് അഫ്ളലായിട്ടുള്ള സമ്പത്തിനെ നീ സൂക്ഷിക്കുക. നീ അതെടുക്കാൻ പാടില്ല. അഫ്ളലായിട്ടുള്ള അവരുടെ സമ്പത്തിനെ നീ എടുക്കാൻ പാടില്ല. ഇവിടെ എന്തുകൊണ്ടാണ് നോമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹജ്ജിനെ കുറിച്ചോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് പറയാതിരുന്നത്? ആ സമയത്ത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സമയത്ത്, ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് അറിയിച്ചില്ല, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചില്ല? ഉലമാക്കൾ ഒരുപാട് അഖ്വാലുകൾ, അതിൽ അഭിപ്രായങ്ങൾ അതിൽ പറയുന്നുണ്ട്.
അവർ പറയുന്നത് എന്താണ്? ഇസ്ലാമിന്റെ 3 റുക്നുകളെ കുറിച്ച് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ഷഹാദത്താൻ, അതേപോലെ തന്നെ രണ്ടാമത്തത് നമസ്കാരം, മൂന്നാമത്തത് സക്കാത്ത്. നോമ്പിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ അഭിപ്രായങ്ങളിൽ വെച്ച് ഏറ്റവും സഹീഹായ അഭിപ്രായമായി കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പറയപ്പെട്ട അർക്കാനുകളെല്ലാം എന്താണ്? ളാഹിറാണ്. ഒരു വ്യക്തി നമസ്കരിക്കുന്നത് നമുക്ക് എന്താണ്? ളാഹിറായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സക്കാത്തിൻ്റെത് ളാഹിറായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾക്കത് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. സിയാം എന്ന് പറയുന്നത് ഒരുവനും അവന്റെ റബ്ബിനും ഇടയിലുള്ള ഇബാദത്താണ്. അത് മറഞ്ഞിരിക്കുന്ന ഇബാദത്താണ്. ഒരു വ്യക്തിയെ നമുക്ക് നേർക്കുനേരെ കണ്ടു കഴിഞ്ഞാൽ നോമ്പുകാരനാണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളുടെ മേലും വാജിബായിട്ടുള്ള ഇബാദത്തല്ല. നേരെ മറിച്ച് സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവന്റെ മേലാണ് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത്. അതും അവന്റെ ആയുസ്സിൽ ഒരു തവണ മാത്രമാണ് ഹജ്ജ് വാജിബായിട്ടുള്ളത്. ബാക്കിയുള്ള ഇസ്ലാമിന്റെ റുക്നുകളെ പോലെയല്ല ഈ 2 റുക്നുകളും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 റുക്നുകളെ ഇവിടെ പരാമർശിക്കാതിരുന്നത് എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ പല അഭിപ്രായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം സാധാരണ ഒരു സ്വഹാബിയല്ല. നേരെ മറിച്ച് സ്വഹാബികളുടെ കൂട്ടത്തിലെ ഉലമാക്കളിൽപ്പെട്ട ഒരു ആലിമാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. കാന ആലിമൻ മിൻ ഉലമാഇ സ്വഹാബ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഉലമാക്കളുണ്ട്. ആ ഉലമാക്കളിൽപ്പെട്ട ഒരു ആലിമാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു കുനിയത്ത് എന്താണ്? എന്താണ്? അബു അബ്ദുറഹ്മാൻ അൽ അൻസാരി. അദ്ദേഹം അൻസാറുകൾപ്പെട്ട സഹാബിയാണ്. فمعاذ رضي الله تعالى عنه كان عالما من علماء الصحابة وعالما بالحلال والحرام. ഹറാമുകളെ സംബന്ധിച്ചും ഹലാലുകളെ സംബന്ധിച്ചും അറിവുള്ള സ്വഹാബിയായിരുന്നു അദ്ദേഹം. ولذلك ما بعث النبي صلى الله عليه وسلم رجلا من الذين لا يزال حديث عهد في الكفر أو أناس من صغار الصحابة. അതുകൊണ്ട് തന്നെ ഈ ദീനിന്റെ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത, പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്ക്, കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളെയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. അതേപോലെ സഹാബാക്കളിൽപ്പെട്ട ചെറിയ സിഗാർ സഹാബ അവരെയുമല്ല ദഅവത്തിന് വേണ്ടി യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. നേരെ മറിച്ച് ഉലമാക്കളുടെ കൂട്ടത്തിലെ ആലിമായിട്ടുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയച്ചത്. പുതുതായിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളവരെ, അല്ലെങ്കിൽ കുഫറിൽ നിന്ന് പുതുതായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന, അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചില്ല. നേരെ മറിച്ച് ദീനിനെ സംബന്ധിച്ച് വ്യക്തമായി കൊണ്ടുള്ള അറിവുള്ള, ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും അറിവുള്ള പണ്ഡിതനായിട്ടുള്ള സ്വഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. ബൽ ബഅസ മുആദൻ ലിഅന്നഹു കാന ആലിമൻ ബിൽ ഹലാൽ വൽ ഹറാം. വലമ്മ അർസലഹു വവദ്ദഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, അതായത് അദ്ദേഹം തന്റെ വാഹനത്തിന് പുറത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വസിയത്ത് നൽകുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. എന്നിട്ട് പ്രകാരം പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക് ഫഖാല ഊസീക യാ മുആദ്. ഞാൻ നിനക്കൊരു വസിയത്ത് നൽകാം. ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ
تقول اللهم أعني على ذكرك وشكرك وحسن عبادتك. എല്ലാ ഓരോ നമസ്കാരത്തിന് ശേഷവും നീ ഇപ്രകാരം പറയുന്നതിന് ഉപേക്ഷിക്കരുത് എന്ന് വസിയത്ത് നൽകി. അതെന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. അത് നമസ്കാരത്തിന് ശേഷമാണോ അതല്ല നമസ്കാര അവസാനത്തെ തഹിയ്യാത്തിലാണോ, അതിന് ആ ദുആഇന്റെ സ്ഥാനത്താണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വജാഅ ഫി സ്വഹീഹിൽ മുസ്നദ്, സ്വഹീഹ് മുസ്ലിം ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്നിട്ടുള്ളത് അന്ന മുആദൻ لما بعثه النبي صلى الله عليه وسلم خرج معه النبي صلى الله عليه وسلم يوصيه ومعاذ راكب ورسول الله صلى الله عليه وسلم يمشي تحت راحلته. അദ്ദേഹം വാഹനത്തിന് പുറത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ നടക്കുകയാണ്. فقال يا معاذ إنك عسى أن لا تلقاني بعد عامي هذا. يا معاذ إنك عسى ألا تلقاني بعد عامي هذا. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു, ഒരുപക്ഷേ ഈ വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. ഈ വർഷത്തിന് ശേഷം നിനക്കെന്നെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. ചിലപ്പോ അല്ലെങ്കിൽ ഒരുപക്ഷെ നീ എന്റെ മസ്ജിദിന് സമീപത്ത് കൂടെ അതുപോലെ തന്നെ എന്റെ ഖബറിന് സമീപത്ത് കൂടെയും കടന്നു പോയേക്കാം. فبكى معاذ بن جبل جشعا لفراق رسول الله صلى الله عليه وسلم. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടു വിരിയുന്നതിന്റെ വേദനയിൽ അദ്ദേഹം കരഞ്ഞു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. فقال النبي صلى الله عليه وسلم لا تبكي يا معاذ لا البكاء وإن البكاء من الشيطان. നീ കരയരുത്, തീർച്ചയായും കരച്ചിലെന്ന് പറയുന്നത് ശൈത്താനിൽ നിന്നാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? കരച്ചിലെന്ന് പറയുന്നത് അവിടെ ഉദ്ദേശം എന്താണ്? വാനല്ലദീ മിനശ് ശൈത്താൻ ഇന്നമാ ഹുവ അന്നിയാഹ വറഫു സൗത് ബിൽ ബുക്കാ. കരച്ചിൽ കൊണ്ട് ശബ്ദമുയർത്തുക, അതേപോലെ തന്നെ ഏങ്ങലടിച്ച് കരയുക, മരിച്ച മയ്യത്തിന് സമീപം ഏങ്ങലടിച്ച് കരയുക, അതുപോലെ തസഖുദു അലാ അഖ്ദാരില്ലാഹി തആല. അല്ലാഹു തആലയുടെ ഖദറിനെ തൊട്ടവൻ പിന്നെ ഖദറിനെ വെറുക്കുക, അതിൽ തൃപ്തിയില്ലാതിരിക്കുക, അതൃപ്തി കാണിക്കുക. അതാണ് ശൈത്താനിൽ നിന്നുള്ള കരച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് സാധാരണ നിലക്ക് ഒരു വ്യക്തി സങ്കടം കൊണ്ടോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടോ കരയുന്ന കരച്ചിലല്ല. وقال ابن بطال في شرح صحيح البخاري وكل حديث أتى فيه النهي عن البكاء. അപ്പോൾ കരച്ചിൽ നിരോധിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്ന വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും فمعناه النياح عند العلماء. ഉലമാക്കളുടെ അടുക്കൽ അതുകൊണ്ട് ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം, ആ കരച്ചിൽ എന്നതിന്റെ അർത്ഥം നിയാഹയാണ്, അതായത് കേങ്ങലടിച്ച് കരയുന്നത്, നെഞ്ചത്തടിച്ച് കരയുക, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് വിരോധിക്കപ്പെട്ട തരത്തിലുള്ള കരച്ചിൽ. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി കരഞ്ഞിട്ടുള്ളതായി നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകനെ ഇബ്രാഹിം ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ എടുക്കുകയും പിന്നെ അദ്ദേഹത്തെ ചുംബിക്കുകയും ഇബ്രാഹിമിനെ ചുംബിക്കുകയും പിന്നീട് രോഗിയായിരിക്കുന്ന സമയത്ത് പിന്നീട് ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോൾ ഇബ്രാഹിം എന്താണ് അവസാനത്തെ നിമിഷങ്ങളിലാണ്, മരണത്തിന്റെ നിമിഷങ്ങളിലാണ്. فجعلت عين رسول الله صلى الله عليه وسلم تذرفان. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണുകളും നിറഞ്ഞു. فقال له عبد الرحمن بن عوف رضي الله تعالى عنه. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹാബിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ കരയുകയാണോ, താങ്കളും കരയുകയാണോ? فقال يا ابن عوف انها رحمه. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്താണ്? റഹ്മത്താണ്.
ഈ കരച്ചിൽ റഹ്മത്തിന്റെ കരച്ചിലാണ്, ആ കുഞ്ഞിനോടുള്ള റഹ്മത്തിൽപ്പെട്ടതാണത്. ثم أتبعها بأخرى, അങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കരയാൻ തുടങ്ങി. فقال صلى الله عليه وسلم إن العين تدمع والقلب يحزن ولا نقول إلا ما يرضى ربنا وإنا بفراقك يا إبراهيم لمحزونون. അപ്പോൾ അതൊരു സന്ദർഭമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ കുഞ്ഞ് മരണപ്പെട്ട സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആലയുടെ ഹദീസിൽ കാണാം, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഉമൈമ ഇബ്നതി സൈനബിന്റെ മകളായിട്ടുള്ള ഉമൈമയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. വനഫ്സുഹാ തഖഅക കഅന്നഹാ ഫീ ഷൻ, അതായത് അവസാനത്തെ നിമിഷങ്ങളിലാണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അതാ വകുല്ലുൻ ഇലാ അജലിൻ മുസമ്മ ഫദമഅത് ഐനാഹു ഫഖാല ലഹു സഅദ് ബിൻ ഉബാദ യാ റസൂലല്ലാഹ് അതബ്കി. അങ്ങനെ കുഞ്ഞ് മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആ കുഞ്ഞിന്റെ അഹലുകാരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ദുആ ചൊല്ലി, ലില്ലാഹി മാ അഖദ വലില്ലാഹി മാ അതാ വകുല്ലുൻ ഇലാ അജലിൻ മുസമ്മ. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ കരയുകയാണോ? അവലം തൻഹാനിൽ ബുകാ, കരയുന്നത് തൊട്ട് താങ്കൾ ഞങ്ങളെ വിരോധിച്ചിട്ടില്ലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ ഹിയ റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇത് തീർച്ചയായും ഇതെന്താണ്, അല്ലാഹു തആല അവന്റെ അടിമകളുടെ കൽബിൽ ഇട്ടുകൊടുത്തിട്ടുള്ള റഹ്മത്താണ്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റുഹമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ കാരുണ്യമുള്ള ആ അടിമകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ മറ്റൊരു സന്ദർഭം ഗസ്വത്തു മുഅ്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമീറുമാരെ ഈ മുഅ്ത എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പറഞ്ഞയക്കുകയും അവർ ഓരോരുത്തരായി കൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്തു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ചിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, خطب النبي صلى الله عليه وسلم فقال أخذ الراية زيد فأصيب ثم أخذها جعفر فأصيب ثم أخذها عبد الله بن رواحة فأصيب ثم أخذها خالد بن الوليد عن غير أمره ففتح له فقال ما يسرنا أنهم عندنا وقال أيوب وقال ما يسرهم أنهم عندنا وعيناه تذرفان. رسول الله صلى الله عليه وسلم കണ്ണുകൾ നിറഞ്ഞു. فمعاذ بن جبل رضي الله تعالى عنه كان عالما كبيرا فقوله إياك وكرائم أموالهم فإياك وكرائم أموالهم, നീ അവരുടെ അഫ്ളലായിട്ടുള്ള സമ്പത്തിനെ സക്കാത്തായി കൊണ്ട് അവരിൽ നിന്ന് എടുക്കുന്നതിന് നീ സൂക്ഷിക്കുക. അവരുടെ അഫ്ളലായിട്ടുള്ള സമ്പത്തിനെ സക്കാത്തായി കൊണ്ട് നീ എടുക്കുന്നതിന് നീ സൂക്ഷിക്കുക. ലാ തഖുദുൽ കരീമ മിൻ അംവാലിഹിം മസലൻ യുഅതൂനക സക്ക, ഉദാഹരണത്തിന് അവരെന്താണ് നിനക്ക് സക്കാത്ത് നൽകുകയാണ്. അപ്പോൾ സക്കാത്ത് നൽകുന്ന സമയത്ത് ഉദാഹരണത്തിന് ആടുകളിൽ നിന്നാണ് അവർ സക്കാത്ത് നൽകുന്നതെങ്കിൽ അവരിൽ ഏറ്റവും അഫ്ളലായ ഏറ്റവും നല്ല ആടിനെ നീ സക്കാത്തായി കൊണ്ടെടുക്കരുത്. ഏറ്റവും നല്ല ആടിനെ സക്കാത്തായി കൊണ്ടെടുക്കരുത്. ഇനി പശുവിൽ നിന്നാണ് അവർ സക്കാത്ത് നൽകുന്നതെങ്കിൽ ആ പശുവിൽ നിന്ന് ഏറ്റവും മുന്തിയ പശുക്കളെ നീ സക്കാത്തായി കൊണ്ടെടുക്കരുത്. അതാണ് ഇവിടെ ഉദ്ദേശം. ഫഇയ്യാക വകറായിമ അംവാലിഹിം ഉത്റുക് കറായിമ അംവാലിഹിം ഫഇന്ന الناس نفوسهم മത്ബൂഅ അലാ മഹബ്ബത്തിൽ മാൽ. കാരണം ജനങ്ങളുടെ ഹൃദയം, മനസ്സെന്ന് പറയുന്നത് സമ്പത്തുമായി കൊണ്ട് ഇണങ്ങിക്കിടക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് അതിൽ പ്രയാസമുണ്ടാക്കരുത്. ഫയഖുദു മിൻ ഔസതി അംവാലിന്നാസ് മിൻ ഔസതി അംവാലിന്നാസ് ലൽ ഹസീല വലൽ കരീമ.
അതുകൊണ്ട് സക്കാത്ത് എടുക്കേണ്ടത്, ഉദാഹരണത്തിന് ആടുകളിൽ നിന്നാണ് ഒരാൾ സക്കാത്ത് എടുക്കുന്നതെങ്കിൽ ആ ആടുകളിൽപ്പെട്ട ഏറ്റവും മുന്തിയ ആടുകളെ എടുക്കരുത്, ഏറ്റവും മോശമായ ആടുകളെയും സക്കാത്തായി കൊണ്ടെടുക്കുക. നേരെ മറിച്ചും അതിന്റെ മധ്യത്തിൽ നിന്ന് എടുക്കുക. ഏറ്റവും മോശമായതും പാടില്ല, ഏറ്റവും മുന്തിയതും പാടില്ല, നടുക്ക് നിന്ന് എടുക്കുക. അതേപോലെ തന്നെയാണ് മറ്റ് മൃഗങ്ങളിൽ നിന്നുള്ള സക്കാത്തിൻ്റെത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫയ്യാക വകറായിമ അംവാലിഹിം. കാരണം ജനങ്ങളുടെ ഹൃദയം, മനസ്സെന്ന് പറഞ്ഞാൽ ഇതിനോട് ഇണങ്ങപ്പെട്ടതാണ്. ഏറ്റവും മുന്തിയ ആടുകൾ, അതുപോലെ മുന്തിയ ഒട്ടകം, ഏറ്റവും മുന്തിയ പശു, അതേപോലെ സമ്പത്തിനോട് ഇണങ്ങിയിട്ടുള്ളതാണ് അവരുടെ ഹൃദയം, അവരുടെ മനസ്സ്. യഖുദൂന മിൻ ഔസാത്തി അംവാലിന്നാസ്. ഇത് മീഡിയം ടൈപ്പ് ആയിട്ടുള്ളത് എടുക്കുക. ഏറ്റവും മുന്തിയതാകരുത്, ഏറ്റവും മോശമായതാകരുത്. وفيه أن الداعي إلى الله يتنزه عن أموال الناس. ജനങ്ങളുടെ സമ്പത്തിനെ തൊട്ട് വിരക്തിയുള്ളവനായിരിക്കണം അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു ദാഇ. അതാണ് ഈ ഹദീസിന് കിട്ടുന്ന ഒരു ഫായിദ. അപ്പൊ ജനങ്ങളുടെ ഏറ്റവും അഫ്ളലായ സമ്പത്തിനോട് വിരക്തിയുള്ളവനായിരിക്കണം അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു ദാഇ. تعلمون أن الناس أنفسهم مجبولة مطبوعة على محبة المال. ജനങ്ങളൊക്കെ അവരുടെ ഹൃദയം, അവരുടെ മനസ്സ്, മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് ഇണക്കപ്പെട്ടതാണ്. يحبون المال حبا جما. لما يأتي الداعي يقول اعطونا تصدقوا نحن نريد مشروع كذا. അപ്പോൾ ചില ആളുകൾ, ദാഇമാർ ജനങ്ങളുടെ അടുക്കൽ ചെല്ലും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ സ്വതക്ക നൽകുക, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കണം, യതീമുകളെ സംരക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വതക്ക ചെയ്യുക എന്ന് ഇഖ്വാനുൽ മുസ്ലിമീൻ, അതുപോലെ തന്നെ സംഘടനക്കാരും ബിദഅത്തിന്റെ ആളുകൾപ്പെട്ട സംഘടനക്കാരൊക്കെ ജനങ്ങളുടെ അടുത്ത് ചെല്ലും. അങ്ങനെയുള്ള സംസാരവും അതുപോലെയുള്ള പ്രവൃത്തികളും സഹിക്കവയ്യാതെ ജനങ്ങൾ അവരിൽ നിന്ന് ഓടിപ്പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായിട്ടുള്ള മനുഷ്യന്റെ വാക്കിലൂടെ പ്രകാരം പറഞ്ഞത്, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത, അതേപോലെ തന്നെ ഹിദായത്തിലായിട്ടുള്ള സന്മാർഗികളായിട്ടുള്ളവരെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. അപ്പൊ അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു ദാഇയുടെ ഷർത്തിൽപ്പെട്ടതാണത്. അവൻ ജനങ്ങളോട് സമ്പത്ത് ചോദിക്കാതിരിക്കുക എന്നുള്ളത്. ഷർത്തു ദാഇ ഇലല്ലാഹ് എന്താണ്? ജനങ്ങളോട് അവരുടെ സമ്പത്ത് ചോദിക്കാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തത് വഹും ഫി അൻഫുസിഹിം മുഹ്തദൂൻ. അവര് ഹിദായത്തിലാക്കപ്പെട്ടവരുമായിരിക്കണം, ഹിദായത്ത് പ്രാപിച്ചവരുമായിരിക്കുക എന്നുള്ളത് അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു ദാഇയുടെ ഷർത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദാഇയെയാണ് പിൻപറ്റാൻ യോഗ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ജനങ്ങളോട് സമ്പത്ത് ചോദിക്കാത്ത ഹിദായത്തിലായിട്ടുള്ളവരെയാണ് പിൻപറ്റേണ്ടത്. ഈ രണ്ട് ഷർത്തുകൾ. ചിലപ്പോൾ ഒരു ദാഇ എന്തായിരിക്കാം? അസീസായിരിക്കാം, സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ള ആളായിരിക്കാം. അയാൾക്ക് പ്രത്യേകിച്ച് ജനങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് അയാൾ മുഹ്തദി ആയിരിക്കണമെന്നില്ല. അയാൾ ഹിദായത്തിലാക്കി സന്മാർഗം പ്രാപിച്ചതായിരിക്കണമെന്നില്ല. സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ള ആളായിരിക്കാം, പക്ഷേ സന്മാർഗം പ്രാപിച്ചവനായിരിക്കണമെന്നില്ല. അപ്പൊ ഈ രണ്ട് ഷർത്തുകളുമാണ്. ഒന്ന്, ജനങ്ങളോട് അവൻ സമ്പത്ത് ചോദിക്കാതിരിക്കുന്നവനായിരിക്കണം. രണ്ടാമത്തത് മുഹ്തദി ആയിരിക്കണം. فقال صلى الله عليه وسلم واتق دعوة المظلوم فإنه ليس بينها وبين الله حجاب. നിങ്ങൾ എന്താണ് മദ്ലൂമിന്റെ ദഅവത്തിനെ, മദ്ലൂമിന്റെ ദുആയെ, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയെ നിങ്ങൾ സൂക്ഷിക്കുക. വദഅവത്തുൽ മദ്ലൂം മുസ്തജാബ. ഒരു അക്രമിയുടെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബലിനെ ദഅവത്തിന് വേണ്ടി യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൊടുത്തിട്ടുള്ള വസിയത്താണിതെല്ലാം. മദ്ലൂമിന്റെ ദുആയെ നീ സൂക്ഷിക്കുക, അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്.
كما جاء في حديث دعوة المظلوم ترفع دون الغمام كما جاء في حديث أبي هريرة ثلاثة لا يرد دعاؤهم മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ ദുആ തള്ളപ്പെടുന്നതല്ല. അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി, വസ്സായിം ഹത്താ യുഫ്തിർ നോമ്പുകാരൻ അവന് നോമ്പ് മുറിക്കുന്നത് വരെയും, വദഅവത്തുൽ മദ്ലൂം ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. യർഫഉഹ അല്ലാഹു ഫൗഖൽ ഗമാം അല്ലാഹു തആല അത് ആകാശത്തിലേക്ക് ഉയർത്തും, മേഘങ്ങൾക്ക് മുകളിലേക്ക് ഉയർത്തും അല്ലാഹു തആല. അവിടെ മേഘങ്ങൾ ആ ദുആ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന ഉയർത്തപ്പെടുന്ന ഒരു തടസ്സമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തടസ്സങ്ങൾ നീക്കും. വയഫ്തഹു ലഹാ അബ്വാബസ് സമാ ആ ദുആ കൊണ്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഏത്? ഒരു മദ്ലൂമിന്റെ ദുആ കൊണ്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വയഖൂലു റബ്ബു അസ്സ വജൽ ബിഇസ്സതി ലഅൻസുറന്നകി വലൗ ബഅദ ഹീൻ എന്നിട്ട് അല്ലാഹു തആല അതിന് ഉത്തരം പറയും, എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, തീർച്ചയായും അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പം മദ്ലൂമിന്റെ ദുആ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ യാത്രയിൽ ഇപ്രകാരം ദുആ ചെയ്തിരുന്നു. മദ്ലൂമിന്റെ ദുആയിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയിരുന്നു, അഭയം തേടുന്നു വർദ്ധിപ്പിച്ചിരുന്നു. കമാ ജാ ഫി സഹീഹ് മുസ്ലിം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫറ യതഅവദ് മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വദഅവത്തിൽ മദ്ലൂം മദ്ലൂമിന്റെ ദുആയിനെ തൊട്ട് അല്ലാഹുവിലേക്ക് അഭയം തേടിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ. വദഅവത്തുൽ മദ്ലൂം മുസ്തജാബ ഹത്താ ലൗ കാനൽ മദ്ലൂം കാഫിറൻ ഇനി ആ ആക്രമിക്കപ്പെട്ടവൻ കാഫിറാണെങ്കിലും ശരി, അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്ത് അവന്റെ ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. വലൗ കാന കാഫിറൻ. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.